കെഎസ്ആർടിസി ശമ്പളം മുടങ്ങിയതോടെ തൊഴിലാളി യൂണിയനുകൾ സമരത്തിലേക്ക്. BMS യൂണിയൻ അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിന്റെ ആദ്യ ഗഡു പോലും ഇതുവരെ തൊഴിലാളികൾക്ക് നൽകിയിട്ടില്ല. സുനിഷ അയലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. സുനിഷ അയലൂർ, വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിന്റെ ആദ്യ ഗഡു പോലും എത്തിയില്ല എന്ന് പറയുമ്പോൾ തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എങ്ങനെയുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ യൂണിയനുകൾ ആലോചിക്കുന്നത്? സുജയ, ശമ്പള പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് ഇപ്പോൾ ഏതായാലും യൂണിയനുകൾ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് BMS യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. അതിനുശേഷം പിന്നാലെ തന്നെ ഈ കോൺഗ്രസ് അനുകൂല യൂണിയനുകളും ഈ വരുന്ന ദിവസങ്ങളിൽ ഇതേ രീതിയിൽ ശമ്പള പ്രതിസന്ധി തുടരുകയാണെങ്കിൽ പ്രതിഷേധം തുടരുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ മുഖ്യമന്ത്രി നേരത്തെ ഒന്നാം തീയതിയിൽ തന്നെ ഈ ശമ്പളം നൽകുമെന്നൊരു ആദ്യ ഗഡുവെങ്കിലും നൽകുമെന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷെ അത് പാലിക്കപ്പെട്ടില്ല. പിന്നാലെ ഹൈക്കോടതി അടക്കം ഇടപെടുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ ഒരു ഉറപ്പ് 10-ാം തീയതിക്ക് മുന്നേയെങ്കിലും ഈ KSRTC ജീവനക്കാർക്ക് ആദ്യ ഗഡു നൽകുമെന്നതായിരുന്നു. ആ ഉറപ്പും പാലിക്കപ്പെട്ടില്ല. മന്ത്രി KB ഗണേഷ് കുമാർ ചുമതലയേറ്റതിനു ശേഷം ഈ യൂണിയനുകളെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഈ ചർച്ചയിൽ പ്രധാനമായും ഇവർ മുന്നോട്ട് ഈ 5-ാം തീയതിക്ക് മുന്നേയെങ്കിലും ഒറ്റത്തവണയായി ശമ്പളം ലഭിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിനോട് അനുകൂലമായ നിലപാട് അറിയിച്ചുകൊണ്ട് മന്ത്രി അന്ന് വാക്ക് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വാക്കും പാലിക്കപ്പെട്ടില്ല. ഇന്ന് മെയ് 13 കഴിഞ്ഞു. ഈ മെയ്യുടെ ഈ മാസത്തിന്റെ ആദ്യ പകുതിയാകുമ്പോൾ പോലും ഈ ആദ്യ ഗഡു പോലും ഈ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ്. അതോടുകൂടിയാണ് ഏതായാലും ഇനിയൊരു പ്രതിഷേധം മാത്രമാണ്, പ്രതിഷേധത്തിലൂടെ മുന്നോട്ട് പോകണമെന്നത് ജീവനക്കാർ തീരുമാനിക്കുന്നത്. പിന്നാലെയാണ് BMS യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്. ഏതായാലും നിലവിലിപ്പോൾ കോൺഗ്രസ് അനുകൂല സംഘടനകളടക്കം വരും ദിവസങ്ങളിൽ ഇതേ രീതിയിൽ തന്നെ പ്രതിഷേധം നടത്തുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. സർക്കാർ സഹായം പ്രതീക്ഷിച്ചെങ്കിൽ പോലും ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു നീക്കമൊന്നും നടന്നിട്ടില്ല എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വകുപ്പ് മന്ത്രി ഇപ്പോൾ വിദേശത്താണ്. നാളെ തിരിച്ചെത്തിയ മുറയ്ക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ സർക്കാർ സഹായം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുക എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. സുജയ.